ഹലോ ഗായ്സ്, ഹോപ്പ് എവ്രി വൺ ഇസ് ഡൂയിങ് ഗ്രേറ്റ്. ചില ദിവസം ഞാൻ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ്, സെൽഫ് മോട്ടിവേറ്റഡ് ആണ്, എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ചില ദിവസങ്ങളുണ്ടല്ലോ, എനിക്ക് ഒരു കാര്യം ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റും ഇല്ല, മടിയാണ്. പിന്നെ കുറേ ഫുഡ് കഴിക്കുക, കുറേ വീഡിയോസ് ഒക്കെ കാണുക, ഇൻസ്റ്റാ ഫേസ്ബുക്കിലൊക്കെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇതൊക്കെയാണ് എൻ്റെ മെയിൻ കാര്യങ്ങൾ. വലിയ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണം എന്നൊന്നും തോന്നൂല. മെന്റലിയും അത്രയൊരു പോസിറ്റീവായിട്ടും ഇല്ലാത്ത കുറേ ദിവസങ്ങൾ എനിക്ക് ഉണ്ടാവാറുണ്ട്. ബട്ട് ഇന്ന് എന്താണെന്നറിയില്ല, രാവിലെ എഴുന്നേറ്റ ടൈമിൽ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ്സ് ആയിരുന്നു ഉള്ളത്. എന്തായാലും കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം, കുറച്ച് നല്ല ഡിസിഷൻസ് എടുത്ത് മോർ ഓർഗനൈസ്ഡും കുറച്ച് സിസ്റ്റമാറ്റിക്കും ആയിട്ടൊക്കെ ഒന്ന് ലൈഫ് ആവണം എന്നൊക്കെ ഉള്ള ഒരു തോട്ട്സ് ഒക്കെയാണ് രാവിലെ തന്നെ വന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇന്ന് എടുക്കാന്ന് വിചാരിച്ചത്. സോ ഒരു 21 days ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. കാര്യം എന്താന്ന് വെച്ചാല്, നമ്മളിപ്പം ആലോചിക്കുകയാണ് എന്തൊക്കെ നല്ല കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ, ഡേ ടു ഡേ ലൈഫിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാന്ന് ആലോചിക്കുമ്പം ഒരു നീണ്ട ലിസ്റ്റാണ് അതിലുള്ളത്. അപ്പൊ അത്രയും കുറെ കാര്യങ്ങൾ ഒറ്റയടിക്ക് നമ്മൾ അങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിയാൽ എന്റെ കേസിൽ ഒന്നും നടക്കില്ല. എന്റെ കേസിൽ ഇപ്പൊ ഒന്നോ രണ്ടോ നല്ല കാര്യങ്ങൾ ഡെയിലി ഒന്ന് പ്രാക്ടീസ് ചെയ്യാം, അതൊരു ഹാബിറ്റ് ആക്കാം എന്ന് വിചാരിച്ചാൽ ഓക്കെ ഫൈൻ, ചിലപ്പം നടക്കും. അപ്പൊ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം 21 days കൺസിസ്റ്റന്റ് ആയിട്ട് സിൻസിയറോടെ ഇപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ അതൊരു ഹാബിറ്റ് ആയിട്ട് മാറുന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ആവാൻ പറ്റുമെന്ന് നമുക്ക് ട്രൈ ചെയ്യാം. ഫസ്റ്റ്ലി ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഓർ ഹാപ്പിനെസ് ജേർണൽ ഓർ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഹാപ്പിനെസ് ജേർണൽ എന്ത് വേണമെങ്കിലും പറയാം. ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ലൈഫിൽ കുഞ്ഞി കുറേ ഹാപ്പിനെസ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ കുറേ മനുഷ്യന്മാർ നമ്മളെ സഹായിക്കുന്നുണ്ട്. അത് ഡയറക്ട്ലി ആവാം, ഇൻഡയറക്ട്ലി ആവാം, അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല, അത് നമ്മൾ റീകോൾ ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് നമ്മളെ മൈൻഡിൽ ഒക്കെ ഒരു സാഡ് മൊമെന്റ് ഉണ്ടാവുക, ഇല്ലെങ്കിൽ ഒരു വലിയ നെഗറ്റീവ് ഒരു വൈബുള്ള ഒരു ടൈമില് നമ്മൾ ഈ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ്സ് ഒന്നും ഓർമ്മ വരില്ല. അപ്പൊ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒരു 5 പോസിറ്റീവ് തിങ്സ് അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് തിങ്സ് നമ്മൾ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇത്രയും നല്ല നല്ല പോസിറ്റീവ് കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ ഒരു ദിവസം തന്നെ നടക്കുന്നുണ്ട്. ഒരു 5 പോസിറ്റീവ് തിങ്സ് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ദിവസം തന്നെ ഇത്രയും നല്ല കാര്യങ്ങൾ നമ്മളുടെ ലൈഫിൽ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് തന്നെ അടിപൊളിയല്ലേ? അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഓക്കെ, നമ്മളെ ലൈഫും കളർഫുൾ ആണ്, നമ്മളെ ലൈഫിലും കുറേ നല്ല എക്സൈറ്റിംഗ് ഹാപ്പനിങ്സും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതേപോലെ കുറേ പേര് നമ്മളെ ഇൻഡയറക്ട്ലിയോ ഡയറക്ട്ലിയോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ ഓൾ നമ്മള് ഗ്രാറ്റിറ്റ്യൂഡ് പറയാണ് വേറുള്ളവരോട്, നമ്മളെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരോട് കിടക്കുന്നതിന് മുന്നേ, ആ ഡേ എൻഡ് ചെയ്യുന്നതിന് മുന്നേ നന്ദി പറയാണ്. അപ്പം അത് എന്തായാലും നല്ലതല്ലേ? അതൊരു പ്രയറിന് തുല്യാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഓർ ഹാപ്പിനെസ് ജേർണൽ കൊണ്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഡെയിലി 5 minutes ബിഫോർ സ്ലീപ്പ് ഇതിനു വേണ്ടി മാറ്റി വെക്കണം. അത് കൺസിസ്റ്റന്റായി ചെയ്യേണ്ടത് നിർബന്ധമാണ്. പിന്നെ നമുക്കൊരു ബുക്ക് വേണം, ഒരു ഡയറിയോ ബുക്കോ വേണം, പിന്നെ ഒരു പെന്നും വേണം. ഈ പെൻ ആൻഡ് ഡയറി ഓർ ബുക്ക് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കാം. ഇതിൽ എന്താണ് എഴുതേണ്ടത് എന്ന് വെച്ചാൽ ഒരു 5 points, അത് താങ്ക്ഫുൾ അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതാവാം, ഹാപ്പിനെസ് ആ പെർട്ടിക്കുലർ ഡേയിൽ നടന്ന ഹാപ്പി ഇൻസിഡൻസ് ആവാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും നോൺ ലിവിങ് ആയിക്കോട്ടെ, ലിവിങ് ആയിക്കോട്ടെ, എന്താണെങ്കിലും ഇപ്പം ഒരു ചെറിയ കാര്യം നമുക്ക് ഒരു നല്ലതായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ആ ദിവസത്ത് നമുക്കത് മെൻഷൻ ചെയ്യാം. അങ്ങനെ ഒരു എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു 5 കാര്യങ്ങൾ ആ ബുക്കിൽ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുന്നേ മെൻഷൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഇന്റൻഷൻ. അതാണ് നമ്മളെ ഒരു എയിം ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഓർ ഈ ഹാപ്പിനെസ് ജേർണലിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഫിസിക്കലി ആക്റ്റീവ് ആവുക. അതായത് 1 hour എങ്കിലും ഡെയിലി ഫിസിക്കലി ആക്റ്റീവ് കാര്യങ്ങൾ ചെയ്യുക.
ഫോർ എക്സാമ്പിൾ യോഗ ആയിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, സൂംബ, ജിം, വെറുതെ നടക്കാൻ പോവുക, ഇല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക, അങ്ങനെ എന്തും ആവാം. അതിപ്പോ നമുക്ക് ഇഷ്ടമുള്ളതാവാം. മാറി മാറി ചെയ്താൽ ഇങ്ങനെ റിപ്പീറ്റേഷനും ഇങ്ങനെ ബോറടിയൊക്കെ മാറും. ഇപ്പൊ എന്നും ജിമ്മിൽ പോകുന്നതിന് പകരം ഒരു 3 ദിവസം ജിമ്മിൽ പോവാ, ഒരു 2 ദിവസം സൂംബ പോവാ, ഇല്ലെങ്കിൽ വെറുതെ നടക്കാൻ ഒരു ദിവസം പോവാ, അങ്ങനെ മാറ്റി മാറ്റി ചെയ്യാം. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് 1 hour പെർ ഡേ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. അത് കൺസിസ്റ്റൻസി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതാണ് സെക്കൻഡ് ചാലഞ്ച് ഉള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാണ്ട്. ബട്ട് എൻ്റെ ഒരു തോട്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ കുറേ കാര്യങ്ങൾ ഒറ്റയടിക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്താൽ ചിലപ്പം ഒന്നും പെർഫെക്ഷനും ഉണ്ടാവില്ല. നമ്മൾ അത് ഇങ്ങനെ ഗ്രാജുവലി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് നമ്മൾ അത് ചെയ്യാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തും. അപ്പം ഒരു ആസ് എ ഇനീഷ്യൽ സ്റ്റെപ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു 21 days ചാലഞ്ച് എടുത്ത് ഈ 2 കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുക. ജസ്റ്റ് എന്താണ്, ഗ്രാറ്റിറ്റ്യൂഡ് ഓർ ഹാപ്പിനെസ് ജേർണലും, പിന്നെ സെക്കൻഡ് എന്തെങ്കിലും കൈൻഡ് ഓഫ് 1 hour ഫിസിക്കൽ ആക്ടിവിറ്റി പെർ ഡേ എന്നുള്ളത് നോക്കാം. ബാക്കി ഇങ്ങനെ നമുക്ക് ഇതിങ്ങനെ കറക്റ്റായി പോകുന്ന ടൈമിൽ കുറെ പോസിറ്റീവ് തോട്ട്സ് വരും. അതിനനുസരിച്ച് നമുക്ക് ഇവോൾവ് ചെയ്തിട്ട് നോക്കാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്കും ഇത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഈ ഒരു ചാലഞ്ചിൽ പാർട്ടാവാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു രീതി ഇപ്പം കുറെ ഗ്രൂപ്പായി ചെയ്യുമ്പോൾ എനിക്ക് ഒരു കോൺഫിഡൻസ് കൂടുതലാണ്. ഓക്കെ, എന്നെ പോലെ തന്നെ കഷ്ടപ്പെടുന്ന വേറെ ആൾക്കാരുണ്ടല്ലോ എന്നുള്ള പോലെ. അല്ല, അത് ഞാൻ വെറുതെ പറഞ്ഞാണ് കേട്ടോ. അങ്ങനെയല്ല, അപ്പൊ നമ്മളൊരു ഗ്രൂപ്പായി ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്താണ്, ഓക്കെ, നമ്മൾ കുറെ പേര് ഒരേ ഡയറക്ഷനിൽ ഒരേ എയിമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പം അതിന്റെ ഒരു ഇമ്പാക്ട് കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം, നിങ്ങൾക്കും ഇതിന്റെ പാർട്ടാവാം. അപ്പം ജസ്റ്റ് ഒരു 21 days ചാലഞ്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. പിന്നെ എന്താണ്, ഞാൻ കുറച്ചു കാലം ഈ ജിമ്മിന്റെ പരിസരത്തൊക്കെ പോയിട്ട്, കാര്യം എന്താ വെച്ചാൽ എക്സ്ക്യൂസസ് പറയാനാണെങ്കിൽ കുറെ എക്സ്ക്യൂസസ് പറയാലോ. എന്താണ്, തണുപ്പാണ്, സ്നോ ആണ്, എനിക്ക് മടിയാണ്, പിന്നെ ശരത്തേട്ടൻ എന്താണ് പനിയായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പൊതുവേ പോവാറ്. അപ്പൊ അങ്ങനെ ഒരാൾക്ക് വയ്യാതെ ആവുമ്പോൾ പിന്നെ മറ്റേയാൾക്ക് മടിയാവുമല്ലോ. അങ്ങനെയാണ് ഇതൊക്കെ പറയാം. പക്ഷെ അങ്ങനെയല്ല, നമ്മള് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുകയാണ്. നമ്മളപ്പം ഇന്ന് തൊട്ട് ഒഫീഷ്യലി 21 days ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ ദെൻ, ടാറ്റ, ബൈ ബൈ. എന്നാൽ ശരി, പിന്നെ കാണാം. ഓക്കെ, ബൈ, ഹാവ് എ ഗുഡ് ഡേ.